കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഊന്നുകല്ലിൽ മോഷണം നടന്ന കടകൾ ആന്റണി ജോൺ MLA സന്ദർശിച്ചു. ഊന്നുകല്ലിൽ മോഷണം നടന്ന കടകൾ ആന്റണി ജോൺ MLA സന്ദർശിച്ചു. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് ഊന്നുകൽ ടൗണിലെ 2 കടകളിൽ മോഷണം നടന്നത്. ഹാർഡ്വെയർ സ്ഥാപനമായ പെരിയാർ ബ്രദേഴ്സ്, പലചരക്ക് കടയായ അറമംഗലം സ്റ്റോഴ്സ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. പ്രദേശത്ത് ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് ഊരി മാറ്റി വൈദ്യുതി തടസ്സപ്പെടുത്തിയ ശേഷമാണ് 2 കടകളിലും മോഷണം നടത്തിയിട്ടുള്ളത്. ഇതിന് സമാനമായ മോഷണങ്ങൾ മറ്റ് പല സ്റ്റേഷൻ ലിമിറ്റിലും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പോലീസ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ഊർജിത അന്വേഷണം നടത്തുന്നുണ്ടെന്ന് MLA പറഞ്ഞു. കട ഉടമ ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് അന്ന് രാത്രി 11 മണി വരെ ഇദ്ദേഹം കടയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കട അടച്ച് വീട്ടിലേക്ക് പോകുന്നതും. അപ്പോൾ ഏതാണ്ട് അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ മോഷണം ഇവിടെ നടന്നിട്ടുള്ളത്. ഏതായാലും വളരെ കർശനമായ നിലയിൽ തന്നെ പോലീസ് ജാഗ്രതയോട് കൂടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷ്ടാക്കളെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഊന്നുകൽ യൂണിറ്റ് പ്രസിഡന്റ് ബോസ് വർഗീസ്, ജോയ് P. മാത്യു, PM ഹൈദ്രോസ്, അമൽദേവ് എന്നിവരും MLA യോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.